ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹമാസ് അവരുടെ റോക്കറ്റ് ഫെസിലിറ്റീസ്, RPG പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഒരു വീഡിയോ ആയി എടുത്ത് ഇസ്രായേലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തുവെന്ന്. ഇന്നലെ തന്നെ ആ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ഇസ്രായേൽ അവരുടെ എയർ സ്ട്രൈക്ക് വഴി മുഴുവനായും നശിപ്പിച്ചു. ഇത് ഹമാസിന് വലിയൊരു നഷ്ടമായി മാറി. മാത്രമല്ല, ഹെസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട കമാൻഡറെയും ഇന്നലെ രാത്രി ഇസ്രായേൽ അവരുടെ എയർ സ്ട്രൈക്ക് വഴി കൊന്നു. ഇതുവരെയും 357 പേരെ ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇസ്രായേൽ കൊന്നുവെന്ന് ഹിസ്ബുള്ള തന്നെ ഒഫീഷ്യലായി ഒരു അനൗൺസ്മെന്റ് കൊടുത്തു. അതുമാത്രമല്ല, ജർമ്മനിയുടെ എയർലൈൻസായ ലുഫ്താൻസ ഇനി മുതൽ ജൂലൈ മാസം മുഴുവനും ലബനൻ റൂട്ടിൽ സർവീസ് ചെയ്യില്ല എന്ന് ഒരു അറിയിപ്പ് കൊടുത്തു. അമേരിക്ക ഇസ്രായേൽ വേഴ്സസ് ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകി. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന കാര്യം ഹമാസിന്റെ റോക്കറ്റ് ഫെസിലിറ്റി ഇസ്രായേൽ നശിപ്പിച്ചതാണ്. ആ ഒരു വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരാഴ്ചയിൽ കൂടുതൽ ആക്രമണം നടത്താൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും അവർ സ്റ്റോർ ചെയ്തിരുന്നു. ഇസ്രായേലിന് വലിയൊരു തലവേദന ഗാസയ്ക്കുള്ളിൽ വീണ്ടും ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ. ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഒരു വലിയ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു. അവർക്ക് ആവശ്യമായ ഇൻപുട്ട് ലഭിച്ചതിനു ശേഷം സെൻട്രൽ ഗാസയിലാണ് ആ സ്ഥലം ഉള്ളതെന്ന് കണ്ടെത്തി. ഡ്രോൺ ഫുട്ടേജ് വഴി ആ സ്ഥലത്തിന്റെ മുഴുവൻ വിവരവും ലഭിച്ചതിനു ശേഷം ഇസ്രായേലിന്റെ വ്യോമസേന ആ സ്ഥലത്ത് വലിയൊരു എയർ സ്ട്രൈക്ക് നടത്തി. അങ്ങനെ നടത്തിയതിനെ ഒരു വീഡിയോ ആയി റെക്കോർഡ് ചെയ്യുകയും ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് അതിനെ പുറത്തുവിടുകയും ചെയ്തു. പിന്നീട് അത് വലിയൊരു ചർച്ചാ വിഷയമായി മാറി. ഒരുപാട് പേർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മുഴുവൻ സ്ട്രക്ചറും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. കാരണം സ്ഫോടനം നടക്കുമ്പോൾ രണ്ടാമതായി ഒരു സ്ഫോടനം ആ സ്ഥലത്ത് തന്നെ ഉണ്ടായി. അത് വ്യക്തമായി നമുക്ക് കാണാനും സാധിക്കും. ആദ്യം ഒരു റോക്കറ്റ് പോയി ആ സ്ട്രക്ചറിനെ നശിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ സ്ഫോടനം ഭൂമിക്ക് അടിയിൽ നിന്നും ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ്: അകത്തുണ്ടായിരുന്ന വെടിമരുന്നുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്ഫോടനം ആ സ്ഥലത്ത് നടന്നത് എന്ന്. മറ്റൊരു ഭാഗത്ത് ഹെസ്ബുള്ള ഒരു ഡ്രോൺ സ്ട്രൈക്ക് നടത്തി ഇസ്രായേലിന്റെ 18 സൈനികർക്ക് ഗുരുതരമായ പരിക്കേൽപ്പിച്ചു. ഇതിന് ഒരു പ്രതികാരം വീട്ടാനായി ഇന്നലെ രാത്രി തന്നെ ഇസ്രായേലിന്റെ എയർഫോഴ്സ് ലബനനിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തി. അതിൽ ഹെസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട കമാൻഡർ മരിച്ചു. ഇത് ഇസ്രായേൽ ഒഫീഷ്യലായി തന്നെ പറഞ്ഞു. ഹെസ്ബുള്ള പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കമാൻഡറെ നഷ്ടമായി. ഇതിനെല്ലാം ഇസ്രായേൽ മറുപടി നൽകണം. ഇതിനെല്ലാം ഉത്തരം കിട്ടാതെ പോകില്ല. ഇവയ്ക്കെല്ലാം ഇസ്രായേൽ മറുപടി നൽകണമെന്ന് ഒരു അറിയിപ്പ് കൊടുത്തു. ഇത് കഴിഞ്ഞ് വീണ്ടും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം വടക്കൻ പ്രദേശങ്ങളിൽ ആരംഭിച്ചു. ഇതിനിടയിൽ ഹിസ്ബുള്ള നൽകിയൊരു വിവരം: ഒക്ടോബർ 8-ാം തീയതി മുതൽ ജൂലൈ 2-ാം തീയതി വരെ എത്ര പേർ ഇസ്രായേൽ കാരണം ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ 357 പേർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ 18 കമാൻഡോസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടമായി. ഇനി എത്ര ഇസ്രായേലിലെ സൈനികരെ ഹിസ്ബുള്ള കൊന്നു എന്ന് ചോദിച്ചാൽ അവരുടെ കണക്കനുസരിച്ച് 35-ൽ കൂടുതൽ സൈനികരെ കഴിഞ്ഞ 60 ദിവസത്തിൽ 2 മാസത്തിനുള്ളിൽ തന്നെ കൊന്നു. അതിനു മുൻപ് ഒക്ടോബർ മാസം മുതൽ മെയ് മാസം വരെ നോക്കിയാൽ 40 സൈനികർ. മൊത്തത്തിൽ 75 ഇസ്രായേലിന്റെ സൈനികരെ ഹെസ്ബുള്ള കൊന്നു എന്ന് അവർ തന്നെ ഒരു കണക്ക് പറഞ്ഞു. എന്നാൽ ഇത്രത്തോളം വലിയൊരു മരണനിരക്ക് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കണക്കനുസരിച്ച് ഇതുവരെയും 21 പേരാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇരയായവരെന്ന് ഇസ്രായേൽ ഒരു അറിയിപ്പ് കൊടുത്തു. ഇവിടെ ഒരു പൊരുത്തക്കേട് വരുന്നുണ്ട്. ഇസ്രായേൽ കണക്ക് മറച്ചു വെച്ചതാണോ, അതോ വീണ്ടും യുദ്ധഭീഷണി അധികമാക്കാനായി ഹിസ്ബുള്ള ഈ എണ്ണം കൂട്ടി പറയുന്നതാണോ എന്നൊരു സംശയം വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിന്റെ ഗാർഡ്സ് ഒരു വലിയ വാർണിംഗ് നൽകി. യൂറോപ്യൻ യൂണിയൻ, നിങ്ങൾ ഒരു കാര്യത്തിൽ ശാന്തരായിരിക്കുകയാണ്. ലബനന്റെ കാര്യത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ടായി നിങ്ങൾ ആരും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജനങ്ങളെ ലബനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനും ഹെസ്ബുള്ളയ്ക്കും ഇടയിൽ വരാൻ പോകുന്ന പ്രശ്നത്തെ തടയാൻ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾ തടയാതെ വിടുകയാണെങ്കിൽ തീർച്ചയായും അടുത്തൊരു യുദ്ധം ഇത് സൃഷ്ടിക്കും. ഈ ഒരു പ്രശ്നം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളുടെ പക്കലാണുള്ളത്. ലബനനിൽ ഒരു സമ്മർദ്ദം ചെലുത്തുകയും ലബനനെ ഹിസ്ബുള്ളയ്ക്ക് എതിരെയാക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ യുദ്ധം നടക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ അതിൽ പരാജയപ്പെട്ടു.
നിങ്ങളെ കൊണ്ട് ഹിസ്ബുള്ളയെ കൺട്രോൾ ചെയ്യാൻ ആയില്ല, ലെബനനെ ഹിസ്ബുള്ളയ്ക്ക് എതിരെയാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും മറ്റു മാർഗമില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. നോർത്തേൺ പ്രദേശങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് നൽകി. ഈ യുദ്ധഭീഷണി വീണ്ടും കൂട്ടുന്ന രീതിയിൽ ജർമ്മനി എയർലൈൻസ് ലുഫ്താൻസ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ജൂലൈ മാസം അവസാനിക്കുന്നതുവരെയും ഈ യുദ്ധഭീഷണി അവസാനിക്കുന്നതുവരെയും ഞങ്ങളുടെ എയർലൈൻ സർവീസ് ലെബനിലേക്കില്ല. ഞങ്ങളുടെ സേവനം ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു അറിയിപ്പ് വരുന്നതുവരെ ഞങ്ങളുടെ യാതൊരു വിമാനവും ലെബനിലേക്ക് പോകില്ല എന്നൊരു വലിയ അറിയിപ്പ് നൽകി. ഇതിനിടയിൽ ലെബനിനുള്ളിലെ ഭീഷണികളും അധികമായിട്ടുണ്ട്. അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ ഇന്നലെ ഒരു കാര്യം കൺഫേം ചെയ്തു. ഇസ്രായേൽ ലെബനനുള്ളിൽ എന്താണ് പദ്ധതിയിടുന്നത്? ഇവർ രണ്ടുപേർക്കുമിടയിൽ ഒരു യുദ്ധം വരാൻ പോകുന്നു. അതായത് ലെബനനുള്ളിലെ ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പിനും ഇസ്രായേൽ സൈന്യത്തിനും ഇടയിൽ ഒരു യുദ്ധം നടക്കാൻ പോകുന്നുവെന്ന് ഈ ലോകം തന്നെ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ലെബനൻ മുഴുവനും നശിപ്പിക്കാനും അല്ലെങ്കിൽ തളർത്താനും ഇസ്രായേൽ പദ്ധതിയിടുമോ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങൾ മാത്രം പിടിച്ചടക്കുമോ എന്നുള്ളൊരു വലിയ സംശയം ഈ ലോകം മുഴുവനുമുണ്ട്. ഇവയ്ക്കെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കും. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നു കഴിഞ്ഞു. അവരുടെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ലെബനൻ ബോർഡറിൽ നിന്നും 30 കിലോമീറ്റർ ലെബനൻ ടെറിട്ടറിക്കുള്ളിലെ ലിതാനി റിവർ, ഈ നദിയിൽ നിന്നും ഹെസ്ബുള്ളയെ പുറകിലേക്ക് തള്ളണം. കാരണം ഈ 30 കിലോമീറ്റർ എന്നത് ഹെസ്ബുള്ളയുടെ ശക്തമായ സ്ഥാനമാണ്. കൂടാതെ ഈ സ്ഥലം മുഴുവനും ഹെസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. ഈ സ്ഥലത്തിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ഗോഡൌൺ, പ്രധാനപ്പെട്ട കമാൻഡ് പോസ്റ്റ് എല്ലാം നശിപ്പിച്ചാൽ ഇസ്രായേലിന് അത് വലിയൊരു നേട്ടമായി മാറും. ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ജയിച്ചതുപോലെയുമാകും. അതിനു വേണ്ടിയിട്ടാണ് ഈ 30 കിലോമീറ്റർ എന്ന കണക്ക് അവരെടുത്തത്. ഈ 30 കിലോമീറ്റർ ഹിസ്ബുള്ളയെ പുറകിലേക്ക് തള്ളിയാൽ തീർച്ചയായും ആ 30 കിലോമീറ്ററിനുള്ളിൽ ഇസ്രായേൽ വിചാരിക്കുന്നത് എന്തും അവർക്ക് ചെയ്യാൻ സാധിക്കും. എന്തിന്? ഇസ്രായേൽ ലെബനൻ ബോർഡർ എന്നത് ഈ 30 കിലോമീറ്ററിനുള്ളിൽ എവിടെ വേണമെങ്കിലും മാറാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇസ്രായേലിന് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഹിസ്ബുള്ളയെ തളർത്താൻ മറ്റൊരു അവസരം അവർക്ക് ലഭിച്ചില്ല എന്ന് വരാം. ഇതിനൊരു കാരണമായി കാണിച്ച് ലെബനനുള്ളിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു അറ്റാക്ക് ചെയ്താൽ ഇപ്പോഴുള്ള ഇസ്രായേലിന്റെ മാപ്പ് അവരെ കൊണ്ട് ചെറുതായൊന്ന് മാറ്റം വരുത്താൻ സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ ലെബനനിൽ ഹിസ്ബുള്ള വളരെ സ്ട്രോങ് ആണ്. കൂടാതെ IRGC, IRCC ഇങ്ങനെ എല്ലാവരുടെ പിന്തുണയും ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഒരു ശത്രു അവന്റെ കരുത്തിന്റെ അങ്ങേയറ്റമുള്ളപ്പോൾ അവനെ ആക്രമിച്ചാൽ പിന്നെ ഒരിക്കലും അവന് എഴുന്നേൽക്കാൻ സാധിക്കില്ല. കാരണം ഹിസ്ബുള്ള ഇത്രത്തോളം ശക്തിയുള്ളവരായിരിക്കുമ്പോൾ ഇസ്രായേൽ നൽകുന്ന ഓരോ ആക്രമണവും തീർച്ചയായും വലിയ രീതിയിൽ അവർക്ക് ആഘാതമുണ്ടാക്കും. എന്നാൽ അതേസമയം ഇസ്രായേലിനും ഹിസ്ബുള്ളയുടെ ബലത്തെക്കുറിച്ച് വളരെ നന്നായി തന്നെ അറിയാം. ഇത്രയും പേരുടെ പിന്തുണ ഉണ്ട് എന്നുള്ളപ്പോൾ അത്ര വലിയ ആക്രമണം നടത്താനും ഇസ്രായേൽ ശ്രമിക്കില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് അവർ ഗാസയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ഹമാസിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. എന്റെ പക്കൽ ഒരുപാട് റോക്കറ്റ് ഉണ്ട്, ഇത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. ആ ഗോഡൌൺ നശിപ്പിച്ചതിലൂടെ ഇസ്രായേൽ ഒരു കാര്യം കൺഫേം ചെയ്ത് പറയുന്നു: ഞങ്ങളുടെ ജോലി ഇവിടെ അവസാനിച്ചു. ഇതിനുശേഷം ഇവിടെ ഞങ്ങൾക്ക് യാതൊന്നും തന്നെ ആവശ്യമില്ല. ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇതിനുശേഷം ഗാസയ്ക്കുള്ളിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് മുഴുവനായും അവർ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നു. ഇപ്പോ അവരുടെ ശ്രദ്ധയെല്ലാം ഹിസ്ബുള്ളയിലേക്കാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു 140-ൽ കൂടുതൽ മക്കാവ ടാങ്ക്സ് ഈ ലെബനൻ ബോർഡറിൽ നിർത്തിവെച്ചിട്ടുണ്ടെന്ന്. അതുകൂടാതെ നോർത്തേൺ ബോർഡറിൽ നിന്നും അടുത്ത 3 കിലോമീറ്റർ വരെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ ഇസ്രായേൽ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാക്രമണം നടത്തുന്നതിന് മുൻപ് ഇസ്രായേൽ എന്തോ ഒരു വലിയ കാര്യത്തിന് തയ്യാറെടുക്കുകയാണ്. നേരത്തെ തന്നെ അവരുടെ സൈനികരെ എല്ലാം അവിടെ നിലനിർത്തിയിരുന്നു. ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് അമേരിക്ക ഒരു കാര്യം കൺഫേം ചെയ്തു: ഇസ്രായേൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം പെട്ടെന്ന് തന്നെ കണ്ടെത്തും. അത് ഹിസ്ബുള്ള എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു, ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കാൻ ആരൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ അടുത്ത ഘട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന്. ഇസ്രായേൽ ഇത്രത്തോളം തയ്യാറായി ഹമാസിന്റെ മുഴുവൻ ഗോഡൌൺസും നശിപ്പിച്ചു. മറ്റൊരു ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയും കൊന്നു. അതുകൂടാതെ അമേരിക്ക വഴി ഒരു കാര്യം കൂടെ പറഞ്ഞു: ഞങ്ങൾ ഒരു ശാശ്വത പരിഹാരം തേടുകയാണെന്ന്. ഇസ്രായേലിന്റെ ഈ നടപടികൾ ഹിസ്ബുള്ളയെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും, അതോ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. എന്നെ സംബന്ധിച്ച് യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ മധ്യകിഴക്കൻ ഭാഗങ്ങളിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ മധ്യകിഴക്കാണ് ആഗോള വ്യാപാരത്തിനും എണ്ണയുടെ ആഗോള ആവശ്യത്തിനും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് ലോകത്തിലെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കും.
അതിനാൽ എത്രയും പെട്ടെന്ന് എല്ലാ നാടുകളും ചേർന്ന് ഈ ഒരു പ്രശ്നത്തെ അവസാനത്തിൽ കൊണ്ടുവരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.